പ്രവാസ ലോകത്തെ വാർത്തകൾ. ദുബായിൽ 20 മിനിറ്റിനുള്ളിൽ 7 സ്ഫോടനങ്ങൾ. ജബൽ അലി വ്യാവസായിക മേഖല ഹൂതികൾ ലക്ഷ്യമിട്ടതായി റിപ്പോർട്ട്. പരിഭ്രാന്തിയിൽ ഗൾഫ് മേഖല. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ യുഎഇയുടെ പ്രധാന സാമ്പത്തിക കേന്ദ്രമായ ജബൽ അലി വ്യവസായിക മേഖലയിൽ വൻ സ്ഫോടന പരമ്പര. 20 മിനിറ്റിനുള്ളിൽ 7ഓളം ശക്തിയേറിയ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ജബൽ അലി തുറമുഖത്തിനും സംഭരണശാലകൾക്കും സമീപം കൂറ്റൻ തീഗോളങ്ങളും കറുത്ത പുകപടലങ്ങളും ഉയർന്നത് വലിയ ഭീതി സൃഷ്ടിച്ചു. വലിയ ശബ്ദത്തോടെയുണ്ടായ സ്ഫോടനങ്ങളിൽ സമീപ കെട്ടിടങ്ങൾക്ക് കുലുക്കം അനുഭവപ്പെട്ടതായി ദൃക്സാക്ഷികളും വിവിധ പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളും വ്യക്തമാക്കുന്നു. സ്ഫോടനത്തിന്റെ കൃത്യമായ കാരണങ്ങളോ ആളപായമോ ഔദ്യോഗികമായി യുഎഇ ഭരണകൂടം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. 11,000-ത്തിലധികം അന്താരാഷ്ട്ര കമ്പനികളും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തുറമുഖവും അടങ്ങുന്ന ജബൽ അലിയിലെ ഈ സ്ഫോടനങ്ങൾ ആഗോള വ്യാപാര മേഖലയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. റിയാദിൽ നിന്ന് കൊച്ചിയിലേക്ക് നേരിട്ട് വിമാന സർവീസ് പ്രഖ്യാപിച്ച് സൗദിയുടെ ബജറ്റ് വിമാന കമ്പനിയായ ഫ്ലൈനാസ്. സൗദിയിലെ മലയാളി പ്രവാസികൾക്ക് ഇത് വലിയ ആശ്വാസമാകും. സെപ്റ്റംബർ 2 മുതലാണ് കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും കൊച്ചിയിലേക്ക് നോൺ സ്റ്റോപ്പ് സർവീസുകൾ ആരംഭിക്കുന്നത്. കൂടാതെ തിരുവനന്തപുരം, കോഴിക്കോട് സെക്ടറുകളിലേക്കും പുതിയ സർവീസുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആഴ്ചയിൽ 3 ദിവസങ്ങളാണ് ഫ്ലൈനാസിന്റെ റിയാദ് കൊച്ചി സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഞായർ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ റിയാദിൽ നിന്നും അർദ്ധരാത്രി 12:05 പുറപ്പെടുന്ന വിമാനം രാവിലെ 8 മണിക്ക് കൊച്ചിയിലെത്തും. മടക്കയാത്ര കൊച്ചിയിൽ നിന്നും രാവിലെ 8:50 ആരംഭിച്ച് സൗദി സമയം 11:35 റിയാദിലെത്തും. കൊച്ചിയിലേക്ക് 519 റിയാലും റിയാദിലേക്ക് 1032 റിയാലുമാണ് ഏറ്റവും കുറഞ്ഞ നിരക്ക്. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. കണക്റ്റിംഗ് വിമാനങ്ങളിലെ ദൈർഘ്യമേറിയ കാത്തിരിപ്പ് ഒഴിവാക്കി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നാട്ടിലെത്താൻ ഈ സർവീസ് പ്രവാസികൾക്ക് വലിയ ആശ്വാസമാകും. റിയാദ് കോഴിക്കോട് റൂട്ടിൽ നിലവിൽ ഫ്ലൈനാസിന് നേരിട്ടുള്ള സർവീസുമുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. ഓൺലൈൻ ഷോപ്പിംഗിന് പുതിയ നിയമം പ്രഖ്യാപിച്ച് ഒമാൻ. വാണിജ്യപരമായ ലക്ഷ്യത്തോടെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് തടയാനാണ് ഈ നടപടി. ഒമാനിൽ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്നവർക്കായി പുതിയ കസ്റ്റംസ് നിയമങ്ങളും നിയന്ത്രണങ്ങളും നടപ്പിലാക്കുന്നു. വിദേശങ്ങളിൽ നിന്ന് ഓൺലൈനായി വാങ്ങുന്ന ഡ്യൂട്ടി ഫ്രീ വ്യക്തിഗത പാഴ്സലുകൾക്കും തപാൽ കയറ്റുമതികൾക്കും 100 ഒമാനി റിയാൽ പരിധിയായി നിശ്ചയിച്ചു. GCC കോമൺ കസ്റ്റംസ് നിയമത്തിന്റെ എക്സിക്യൂട്ടീവ് ചട്ടങ്ങൾ ഭേദഗതി വരുത്തിയാണ് കസ്റ്റംസ് വിഭാഗം പുതിയ തീരുമാനമെടുത്തത്. വ്യക്തിഗതവും വാണിജ്യേതരവുമായ ആവശ്യങ്ങൾക്ക് അയക്കുന്ന പാഴ്സലുകളുടെ ആകെ മൂല്യം 100 റിയാലിൽ കവിയാതിരുന്നാൽ മാത്രമേ കസ്റ്റംസ് തീരുവയിൽ ഇളവ് ലഭിക്കുകയുള്ളൂ. എന്നാൽ പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയെ ഈ നികുതി ഇളവിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ഓൺലൈൻ വഴി വ്യക്തിഗത ആവശ്യത്തിനല്ലാതെ വാണിജ്യപരമായ ലക്ഷ്യത്തോടെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് തടയാൻ കൂടിയാണ് ഈ നടപടി. അതേസമയം യാത്രക്കാരുടെ സ്വകാര്യ ബാഗേജുകൾക്കും സമ്മാനങ്ങൾക്കും 300 റിയാൽ വരെയുള്ള കസ്റ്റംസ് ഇളവുകൾ തുടർന്നും ലഭിക്കും. എന്നാൽ യാത്രക്കാർക്ക് കൊണ്ടുവരാവുന്ന സിഗരറ്റുകളുടെ അളവിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. മുമ്പ് 400 സിഗരറ്റുകൾ വരെ നികുതിയില്ലാതെ കൊണ്ടുവരാമായിരുന്നുവെങ്കിൽ പുതിയ നിയമപ്രകാരം അത് 200 കുറച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ ടിവി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.